നമസ്കാരം. പുണർദ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ ഗഹനമായിട്ടുള്ള വിഷയങ്ങളായതുകൊണ്ട് വരും വരായികളെ പറ്റി കൂടുതലായിട്ടും കൂലങ്കഷമായിട്ടും ചിന്തിച്ച് പദ്ധതികൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരു വർഷം ഒരു പക്ഷേ ഗൃഹത്തിൽ നിന്ന് വിട്ടുനിന്ന് അഥവാ ഗൃഹത്തിലെ മാസത്തിലൊരിക്കൽ വന്നു പോകുവാൻ തക്കവണ്ണം ദൂരദേശത്ത് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. സാമ്പത്തിക ദുരുപയോഗത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പ്രസ്ഥാനത്തിലാണെങ്കിലും മക്കൾക്ക് വേണ്ടിയാണെങ്കിലും വേണ്ടി വരുവാൻ യോഗമുണ്ട്. മനസ്സിൽ ഉദ്ദേശിക്കുന്ന വിദേശ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. മത്സരരംഗങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുന്നത് വഴി അർഹമായിട്ടുള്ള അംഗീകാരം ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. കല, സാഹിത്യം, കായികം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇനി മുതൽ നിലനിൽപ്പിന്റെ ഭാഗമായിട്ട് ആധുനിക സംവിധാനം അവലംബിച്ചും കൊണ്ടും പുതിയതായുള്ള ആശയങ്ങൾ അവലംബിച്ചും കൊണ്ടും പുതിയതായുള്ള പരിശീലനത്തിന് തുടക്കം കുറിക്കുവാൻ സാധ്യതയുണ്ട്. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. പുനഃപരീക്ഷയിൽ വിജയശതമാനം വർദ്ധിക്കുന്നത് വഴി ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും പ്രാരംഭത്തിൽ ചില തടസ്സങ്ങൾ അനുഭവപ്പെടുവാനിട വരുമെങ്കിൽ പോലും ഭാവിയിലേക്ക് ഗുണകരമാകും വിധത്തിലുള്ള കർമ്മമണ്ഡലങ്ങളായതുകൊണ്ട് പലപ്പോഴും പുനഃപ്രകാശനം ആദ്യ പരീക്ഷിക്കേണ്ടതായ സാഹചര്യങ്ങളെല്ലാം വന്നു ചേരുവാൻ യോഗം കാണുന്നതുമുണ്ട്. നീതിയുക്തമായിട്ടുള്ള സമീപനം ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടവരും. ഗൗരവമുള്ള വിഷയങ്ങൾ ലാഘവത്തോടുകൂടി ചെയ്തു തീർക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. സമാന ചിന്താഗതിയിലുള്ളവരുമായി സംസർഗത്തിൽ ഏർപ്പെടുവാനും വ്യാപാര വിപണന വിതരണ മേഖലയോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കോ അഥവാ കാർഷികമായിട്ടുള്ള മേഖലകൾക്കോ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. കാര്യനിർവഹണ ശക്തിയും ഉത്സാഹവും ഉന്മേഷം വർദ്ധിക്കുന്നത് വഴി പുതിയ ചുമതലകൾ ഏറ്റെടുക്കുവാൻ യോഗം കാണുന്നു. ഭിന്നാഭിപ്രായങ്ങളെ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിഷ്പക്ഷ മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് ലാഭശതമാന വ്യവസ്ഥകളൊക്കെ തുടക്കം കുറിക്കുവാൻ യോഗം കാണുന്നുണ്ട്. കർമ്മമണ്ഡലങ്ങളിൽ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നത് വഴി സ്വല്പം പണച്ചെലവ് അനുഭവപ്പെടുവാനിട വരുമെങ്കിൽ പോലും ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ഒരു ക്രിയാത്മകമായിട്ടുള്ള ഭരണ പരിഷ്കാരം ആവിഷ്കരിക്കുന്നത് വഴിയും ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ തന്നെയാണ് യോഗം കാണുന്നത്. മഹത് വ്യക്തികളുടെ നിർദ്ദേശങ്ങൾ, വിജ്ഞാനപ്രദമായിട്ടുള്ള ആശയങ്ങൾ അവലംബിക്കുന്നത് വഴി പ്രസ്ഥാനത്തിന് വളരെയധികം നേട്ടം ഉണ്ടാകുവാൻ യോഗം കാണുന്നുണ്ട്. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ഭരണ സംവിധാനത്തിൽ പുതിയ ഭാവിയിലേക്ക് സുരക്ഷിതത്വമുള്ള പല കാര്യങ്ങളും അവലംബിക്കുന്നതിന് ഭാഗമായിട്ട് മേലധികാരികളെയോ ഉടമസ്ഥരെയോ മുൻപ് തന്നെ ധരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പലപ്പോഴും അനുരഞ്ജന ശ്രമം അനുകൂലമാകും വിധത്തിൽ വിജയിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ഉപദേശക സമിതിയിൽ ഉൾപ്പെട്ടതിനാൽ കൃതാർത്ഥതയും സമാധാനവും അതിലുപരി ആത്മാഭിമാനവും ഉണ്ടാകുവാനിടയുണ്ട്. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം വന്നു ചേരുവാൻ യോഗം കാണുന്നു. പലപ്പോഴും അവഗണിക്കപ്പെട്ട അവസ്ഥാവിശേഷങ്ങൾ പരിഗണിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള ഒരു മാനസികമായിട്ടുള്ള അവസ്ഥ സംജാതമാകുവാൻ യോഗം കാണുന്നു. പഠിച്ച വിഷയത്തിനോടനുബന്ധമായ പല ഉദ്യോഗത്തിനും അപേക്ഷകൾ നൽകുവാനിട വരുമെങ്കിൽ പോലും തൃപ്തികരമല്ലാത്തത് ലഭിക്കുന്നത് വഴി സ്വല്പം ആശങ്ക വർദ്ധിക്കുവാൻ യോഗം കാണുന്നു. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് തീർത്തും അവിചാരിതമായിട്ട് സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കുവാൻ യോഗം കാണുന്നുണ്ട്. ഉത്സാഹം, ഉന്മേഷം എന്നിവ വർദ്ധിക്കുന്നത് വഴി പൊതുവെ എല്ലാ കാര്യങ്ങളിലും ഒരു ഗുണകരമായിട്ടുള്ള ചിന്തകൾ അവലംബിക്കുവാനും അനുസരിക്കുവാനും യോഗം കാണുന്നുണ്ട്. ഗൃഹത്തിന്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങി വെച്ച്
ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ തീരുമാനിക്കുവാനിടയുണ്ട്. വ്യക്തിപരമായിട്ടും കുടുംബാംഗങ്ങൾക്കും ഒരേപോലെ നേട്ടം ഉണ്ടാകുന്ന പല കാര്യങ്ങളും വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് ആത്മാർത്ഥമായി സ്വീകരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾ മംഗളകരമാക്കി തീർക്കുവാനും പുണർത്ത നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു ജൂലൈ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ 2024 തുടങ്ങി വെച്ചതായിട്ടുള്ള പല പദ്ധതികൾക്കും ക്രമാനുഗതമായുള്ള പുരോഗതിയും കഴിഞ്ഞ 2-3 മാസമായിട്ട് ധാരാളം അന്വേഷണങ്ങളും അവസരങ്ങളും വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം അവലംബിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ഒരു പക്ഷേ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് അതാത് തസ്തികളിൽ പ്രാവീണ്യമുള്ളവരെ നിയമിച്ചുകൊണ്ട് വിപുലീകരിക്കാനുള്ള ഒരു അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. മാതൃകാപരമായിട്ട് പ്രവർത്തനം കാഴ്ചവെക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. പരീക്ഷയിൽ വിജയശതമാനം വർദ്ധിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഉദ്ദേശിച്ച വിഷയത്തിൽ ഉദ്ദേശിച്ച വിദ്യാലയത്തിൽ തന്നെ ഉപരിപഠനത്തിൽ പ്രവേശനം ലഭിക്കാനുള്ള യോഗം കാണുന്നു. വ്യക്തിത്വത്തിന് ചേരാത്ത പലവിധത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്നും പിന്മാറി വളരെ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നവരുമായിട്ട് ആലോചിച്ച് പ്രവർത്തിക്കുവാനും ആത്മാർത്ഥമായിട്ട് ധാരാളം പ്രയത്നിച്ചുകൊണ്ട് ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാൻ അവസരം വന്നു ചേരും. വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കുവാൻ യോഗം കാണുന്നു. ഔദ്യോഗികമായിട്ടുള്ള മേഖലയോട് ബന്ധപ്പെട്ട ചർച്ചകളും യാത്രകളെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ ചെയ്തു തീർക്കുന്നത് വഴി ഈ മാസത്തിൽ തന്നെ ഒരുപക്ഷെ സ്ഥാനക്കയറ്റത്തിന് യോഗം കാണുന്നതുമുണ്ട്. പുതിയ കരാർ ജോലിയിൽ ഒപ്പുവയ്ക്കുവാൻ അവസരം വന്നു ചേരും. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള പുരോഗതിക്ക് യോഗം കാണുന്നു. വാതനാഡീരോഗ പീഡകൾക്ക് ഇതരമായിട്ടുള്ള ചികിത്സകളുടെ ഭാഗമായിട്ട് യോഗയും പ്രാണായാമവും അതിലുപരി പ്രകൃതി ആയുർവേദ ചികിത്സകളെല്ലാം തുടങ്ങി വെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലുമായിട്ടും വിരോധികളായിരുന്ന പലരും അവരുടെ സ്വാർത്ഥ താല്പര്യ സാധ്യത്തിനായിരിക്കാമെങ്കിൽ പോലും ലോക്യം കൂടുവാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. വ്യവസ്ഥകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നത് വഴി സൽകീർത്തിക്ക് യോഗം കാണുന്നു. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിലാക്കുവാൻ നിർദ്ദേശങ്ങൾ നൽകുവാൻ അവസരം വന്നു ചേരും. മക്കൾക്ക് അവധി ലഭിക്കാൻ സാധ്യതകൾ വളരെ കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വികസിത രാഷ്ട്രത്തിലേക്ക് ഓണാഘോഷത്തിനോട് അഥവാ ഓണത്തിനോടനുബന്ധമായിട്ട് വിദേശത്തേക്ക് യാത്രയ്ക്ക് തയ്യാറാകുവാൻ യോഗം കാണുന്നുണ്ട്. സുതാര്യതയുള്ള സമീപനത്താൽ ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ സാധ്യത കാണുന്നു. ജീവിത നിലവാരം വർദ്ധിക്കുവാനിടയുള്ളത് കൊണ്ട് കൂടുതൽ മുറികളുള്ള വിസ്തൃതിയുള്ള ഒരു ഗൃഹം വാങ്ങിക്കുവാനായിട്ട് അന്വേഷണം ആരംഭിക്കുവാനിട വരും. ഉദ്യോഗത്തിൽ നിന്നും തൽക്കാലത്തേക്ക് വിട്ടുനിൽക്കുന്ന പലർക്കും ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങൾ വന്നു ചേരുക അഥവാ സുഹൃത്തിന്റെ ഒരു പ്രസ്ഥാനം ഉദ്ധരിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ നൽകുക, ഇങ്ങനെ പല വിധത്തിലുള്ള ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരുന്നത് സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. മേലധികാരികളുടെ പല വിധത്തിലുള്ള നിർദ്ദേശങ്ങളും ഭാവിയിലേക്ക് ഗുണകരമായതുകൊണ്ട് സർവാത്മന സ്വീകരിക്കാൻ യോഗം കാണുന്നുണ്ട്. വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നു. പ്രോത്സാഹന സമ്മാനം ലഭിക്കുവാനിടയുള്ളത് കൊണ്ട് കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തനങ്ങൾക്ക് ആദ്യ പരിശീലനത്തിന് തുടക്കം കുറിക്കാൻ യോഗം കാണുന്നു. പ്രവർത്തന ശൈലിയിൽ കാലോചിതമായുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും. നമസ്കാരം.